തിരുവനന്തപുരം തുമ്പയിൽ നാടൻ ബോംബേറി നെഹ്റു ജംഗ്ഷന് സമീപം ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് ബോംബെറിഞ്ഞത്. രണ്ടുപേർക്ക് പരിക്കേറ്റു. ഇവരുമായി രശ്മി കാർത്തിക് ചേരുകയാണ്. രശ്മി, ഈ ബോംബേറ് നടത്തിയവരെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടുണ്ടോ? പോലീസ് നൽകുന്ന വിശദീകരണവും വ്യക്തതവും ഈ തരത്തിലാണ്. സുരേഷ്, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്താണ് ഈ ഒരു ബോംബേർ ഉണ്ടാകുന്നത്. അഖിൽ, വിവേക് എന്ന രണ്ടു പേരാണ് ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് രണ്ട് ബൈക്കിലായി എത്തിയ നാലംഗ സംഘം ഇത്തരത്തിൽ ബോംബേർ നടത്തിയത്. രണ്ടുപേർക്കും പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരാളുടെ വിരലിനാണ് പരിക്ക് സംഭവിച്ചിരിക്കുന്നത്, മറ്റൊരാളുടെ കയ്യിലും പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇരുവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരം. അഖിലും വിവേകും നിരവധി കേസുകളിലെ പ്രതിയാണ് എന്നുള്ളത് പോലീസ് അറിയിച്ചിട്ടുണ്ട്. കാപ്പ കേസിലെ ഉൾപ്പെടെ പ്രതികളാണ് ഇരുവരും. ഈ നാട്ടുകാരൊക്കെയാണ് ഈ സംഭവം കണ്ട സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. നേരത്തെ ഇവർ തമ്മിലുള്ള ഒരു തർക്കമാണ് ഇത്തരത്തിലൊരു ബോംബേറിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ബോംബ് സ്ക്വാഡൊക്കെ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. എന്താണ് ചേട്ടാ സംഭവിച്ചത്? ഇത് രാഷ്ട്രീയമൊന്നുമല്ല, ഇവർ തമ്മിലുള്ള അടിയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റ് ഇവിടെ BSS ജീവനക്കാരും പ്രദേശവാസികളൊക്കെ തിങ്ങി നിറഞ്ഞ് നല്ല സൗഹൃദത്തോടെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവർ മറ്റ് ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചും കൊണ്ടൊക്കെ തമ്മിൽ കിടന്ന് അടിക്കുന്നത് എപ്പോഴും കൈകോർത്ത് നടക്കുന്നവരാണ്. പിന്നെ ചില സമയത്തെല്ലാം അങ്ങനെ ആവും. 12 മണിയോട് കൂടിയായിരുന്നു സംഭവം നടന്നത്. 12 മണിയോട് കൂടിയായിരുന്നു. നല്ല സൗണ്ടോട് കൂടിയാണ് കേട്ടത്. ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്കും പോലീസും ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്കും ഞാൻ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ സൗണ്ട് കേൾക്കാൻ സാധിച്ചു. അഖിലിന്റെ വിവേകിന്റെ വീട് ഇവിടെ അടുത്ത് വല്ലതും ആണോ? അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഈ പ്രദേശത്ത് തന്നെ ഇത് ഉള്ളോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ അവരിവിടെ ഉള്ളവർ തന്നെ വരുത്തലതുമല്ല, ഇവിടെയൊക്കെ ഉള്ളവർ തന്നെ. ഇരുവരും ഈ കൂട്ടർ തമ്മിലുള്ള തർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു ബോംബേറിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം. ഏതായാലും ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ സ്ഥലത്തെത്തി നിലവിൽ പരിശോധന തുടരുകയാണ്. സ്ഥലത്ത് രക്തത്തിന്റെ പാടുകൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒരാളുടെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാളുടെ വിരലിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇരുവരുടെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഏതായാലും ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കവെയായിരുന്നു ഈ രണ്ട് ബൈക്കിലെത്തിയ നാലംഗ സംഘം ഈ ബോംബ് എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ അഖിലിന്റെയും വിവേകിന്റെയും വീട് ഈ സമീപത്ത് തന്നെയാണ് എന്നുള്ളതാണ് ഈ പ്രദേശവാസികളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇരുവരും നിരവധി കേസുകളിലെ പ്രതിയാണ്. അഖിലും വിവേകും എന്നുള്ളത് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നുണ്ട്. സുരേഷ്, രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.